ഞാൻ യൂട്യൂബിൽ നമ്മൾ CSEB അതിന് മുന്നേ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് ഞാൻ കാണുന്നത്, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ സെർച്ച് ചെയ്തത് ഏത് കോച്ചിങ് സെൻറ്റർ നമ്മൾ നോക്കുന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മൾ സഹകാരിനെ കാണുന്നത്. പിന്നെ പറയേണ്ടത് സഹകാരി തന്നെയാണ്. ഞാൻ സഹകാരിയുടെ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വിജയം എനിക്ക് നേടാൻ പറ്റിയത് തന്നെ. മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ ഭാഗ്യത്തിൻ്റെ അകമ്പടി വേണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നിങ്ങൾ ഈ അടുത്തടുത്ത് നടന്ന നമ്മുടെ സഹകരണമായി ബന്ധപ്പെടുത്തിയ പരീക്ഷകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ അകമ്പടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിലല്ലേ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഭാഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ 1000 എണ്ണം എടുത്താൽ ഒരെണ്ണം അടിക്കുക, അത് ഭാഗ്യം. പക്ഷേ ഇവിടെ നമുക്ക് 2-3 ജോലി അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷകൾ എഴുതാൻ വേണ്ടി പഠിച്ച് നിങ്ങളുടെ ആ ഒരു ലെവല് അപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന എല്ലാത്തിലും കാണും. അതായത് ഭാഗ്യത്തിൻ്റെ അകമ്പടിയാണ് ലോട്ടറി വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന 1000 ലോട്ടറി നിങ്ങൾക്ക് അടിക്കുന്ന അവസ്ഥ. അപ്പോൾ എന്താണ് ഇവിടെ ഭാഗ്യത്തിൻ്റെ അകമ്പടിയല്ല വേണ്ടത്, എക്സലൻസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ വരവാണ് മലപ്പുറത്തിലേക്ക് നമ്മൾ ശ്രീജിലേക്ക് കാണാൻ വരുന്നത്. കാരണം ജൂനിയർ കോപ്പറേറ്റ് ഇൻസ്പെക്ടറിൻ്റെ 50ാമത്തെ റാങ്ക് ഹോൾഡറാണ്. 60,000-ലധികം ആൾക്കാർ മത്സരിച്ച പരീക്ഷയിൽ ഇത്രയും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റാങ്കിലേക്ക് എത്തിയ ശ്രീജില 2 പരീക്ഷയിലും കേരള ബാങ്ക് ഇത്രയും നമ്മളെ 36ാമത്തെ റാങ്കായിരുന്നു. 2 പരീക്ഷയിലും അഡ്വൈസ് മേടിച്ച് നിൽക്കുകയാണ്. കേരള ബാങ്കിൽ ചെറിയൊരു ഡിലേ ഉണ്ട്. അപ്പോൾ അതിനുശേഷം JC അഡ്വൈസ് വന്നിരിക്കുകയാണ്. ശ്രീജിലെ, നമുക്കിപ്പോൾ ഞാൻ ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടതാണ് ശ്രീജിലയുടെ. അപ്പോൾ നമ്മളിപ്പോൾ JCയുടെ പഠനമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ബേസിക് കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ള ഡ്രീം അത് ശ്രീജിലയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ യൂട്യൂബിൽ നമ്മൾ CSEB അതിന് മുന്നേ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് ഞാൻ കാണുന്നത്, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ഒത്തിരി വീഡിയോസ് സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ പോസ്റ്റ്, എന്താണ് സാലറി, എങ്ങനെയാണ് വർക്കൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി വീഡിയോസ് അതിന് കുറച്ചുകൂടി നല്ല ഒരു ഗ്ലാമർ പോസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാൻ പറ്റി. അപ്പം ഞാൻ ഈ CSEB പഠനം ഒന്നവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് CSEB ഇത് കിട്ടിയില്ലേ CSEBക്ക് വീണ്ടും തിരിച്ചു വരാമെന്നുള്ളത്. ഏതായാലും സബ്ജക്റ്റൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ് വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ നോക്കാമെന്ന് കരുതിയിട്ട് CSEB പഠനം അവിടെ നിർത്തിവെച്ച് നേരെ പിന്നെ സെർച്ച് ചെയ്തത് ഏത് കോച്ചിങ് സെൻറ്റർ നമ്മൾ നോക്കുന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മൾ സഹകാരിനെ കാണുന്നത്, ഒത്തിരി ക്ലാസ്സുകൾ കാണുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ശ്യാം സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, രാജേഷ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ജെയ്സൺ സാറിൻ്റെ ഒരു ക്ലാസ്സൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി ഞാൻ അത്രയും കാലം CSEB പഠിച്ചിട്ടും എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്ലാസ്സുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ സാറെ വിളിക്കുകയും ജോയിൻ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്ന തന്നെ ഒരു പൾസ് കിട്ടും ഇവർ നേടാൻ പോകുന്ന ആൾക്കാരാണെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ കമ്പൈൻ സ്റ്റഡിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ ഒപ്പം ഉള്ള ആൾക്കാരും വളരെയധികം എഫേർട്ട് ഇട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഈ കോപ്പറേറ്റ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ നമ്മളെ കൂടെ നിന്ന ആൾക്കാരൊക്കെയാണ്? ഫാമിലി തീർച്ചയായിട്ടും. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അതുപോലെ എൻ്റെ ഫാമിലി എല്ലാവരും ഒത്തിരി സപ്പോർട്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള വിദ്യ എന്ന് പറയുന്ന മിസ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. വരുന്നുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. ഒത്തിരി നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ വന്നെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തത് ഫാമിലി തന്നെയാണ്. അപ്പോൾ പിന്നെ പറയേണ്ടത് സഹകാരി തന്നെയാണ്. ഞാൻ സഹകാരിയുടെ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വിജയം എനിക്ക് നേടാൻ പറ്റിയത് തന്നെ. സഹകാരി കൂടെ നിന്നു. രാജേഷ് സാറ്, മോഹൻ സാറ്, ഞങ്ങളെ മെൻറ്റർ ദീപ് സാറൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ജോലിയോടൊപ്പം നമ്മൾ അല്ലേ അവിടെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ CSEB പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ ജോലി ഉപേക്ഷിക്കുന്നു, കംഫർട്ട് സോൺ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ജോലി മൂലം അല്ലെങ്കിൽ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്,
പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഒരു കാര്യം മതി ഒരാൾക്ക് നോ പറഞ്ഞിട്ട് പോകാൻ. യെസ് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒന്നും വേണ്ട, ഒറ്റ കാര്യം മതി, ഇത് കൊണ്ടേ പോവുള്ളൂ എന്ന് തീരുമാനം. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഈ നോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇത് കാണുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ഇത് നമ്മളെ ശ്രീജിയുടെ സ്റ്റോറി കാണുമ്പോഴത്തേക്ക് അവർ കൊടുക്കാനുള്ള മെസ്സേജ് എന്താണുള്ളത്? പഠനം നിർത്തരുത്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കും, ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, കുറേ ആൾക്കാർ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും ഉണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും വീഴാതെ നമ്മൾ പഠനം, നമ്മളെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, കോൺഫിഡൻസോടുകൂടി പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എല്ലാവർക്കും വിജയാശംസ നേരെയാണ് ശ്രീജിയോടൊപ്പം. താങ്ക് യു.